നമസ്കാരം. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വെറുതെയല്ല. ജനുവരി 20-ന് അധികാരമേറ്റതു മുതൽ ട്രംപ് പണി തുടങ്ങി. 1.5 കോടിയോളം വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ നടപടികൾ ട്രംപ് തുടങ്ങിക്കഴിഞ്ഞു. ഇതിനെതിരെ ബ്രസീലും മെക്സിക്കോയും പ്രതിഷേധം അറിയിച്ചെങ്കിലും നാടുകടത്തൽ നടപടികൾ തുടരുകയാണ്. മാന്യമായ രീതിയിലല്ലാതെ തടവുപുള്ളികളെപ്പോലെ വിലങ്ങണിയിച്ച് സൈനിക വിമാനത്തിൽ കുടിയേറ്റക്കാരെ കയറ്റി അയച്ചതാണ് ഇപ്പോൾ വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ത്യക്കാരെയും നാടുകടത്തി തുടങ്ങി. അതും 13,000 കിലോമീറ്റർ ദൂരം 20-ലേറെ മണിക്കൂറുകൾ അടിസ്ഥാന സൗകര്യമില്ലാത്ത സൈനിക വിമാനത്തിൽ C-17 US വ്യോമസേനാ വിമാനത്തിൽ 205 ഇന്ത്യക്കാരെയും കൊണ്ട് അമൃത്സറിലേക്ക് എത്തിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രം. 18,000-ഓളം അനധികൃത ഇന്ത്യക്കാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവരും ഊഴം കാത്തു നിൽക്കുകയാണ്. ഇന്ത്യൻ എംബസി വഴി പൗരത്വം ഉറപ്പാക്കിയ ശേഷമാണ് ഇപ്പോൾ 205 പേരെ നാടുകടത്തുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ 1,100 ഇന്ത്യക്കാരെ നാടുകടത്തിയിരുന്നു. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി സൈന്യത്തിന്റെ സഹായത്തോടെ സൈനിക വിമാനത്തിൽ കുടിയേറ്റക്കാരെ ട്രംപ് നാടുകടത്തുന്നത് തന്നെ ശക്തമായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. എൽപാസോ, ടെക്സാസ്, സാന്റിയാഗോ എന്നിവിടങ്ങളിൽ നിന്ന് പിടികൂടിയ 5,000-ഓളം അനധികൃത കുടിയേറ്റക്കാരെയാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ കയറ്റി അയക്കുന്നത്. ഇപ്പോൾ നാടുകടത്തുന്നവരെ ഇന്ത്യയുമായി കൂടിയാലോചിച്ച ശേഷമാണ് മറ്റു നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. വരുന്ന ആഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശനം നടത്താനിരിക്കുന്ന വേളയിലാണ് ഈ നടപടികൾ എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ ഈ വിഷയത്തിൽ, അതായത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തിൽ ട്രംപിന്റെ നീക്കത്തെ ഇന്ത്യ പിന്തുണച്ചിരുന്നു. അമേരിക്കയിൽ എന്നല്ല, ലോകത്തിന്റെ ഏതു ഭാഗത്തും മതിയായ രേഖകളില്ലാതെ താമസിക്കുന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരും എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപായി രേഖകൾ പരിശോധിച്ച് അവർ ഇന്ത്യക്കാരാണെന്ന് ഉറപ്പുവരുത്തും. ട്രംപ് വന്ന ശേഷം അനധികൃത കുടിയേറ്റക്കാരായ 18,000 ഇന്ത്യക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 17,940 പേർക്ക് തിരിച്ചറിയൽ രേഖകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 2,467 പേർ ഡിറ്റൻഷൻ കേന്ദ്രങ്ങളിലുണ്ട്. അമേരിക്കയിൽ 7,25,000-ഓളം അനധികൃത ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് ഒരു കണക്ക്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ ഉള്ളത് മെക്സിക്കോ, എൽ സാൽവഡോർ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. യാത്രാ വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന താപനിലയും അതിശക്തമായ ശബ്ദവും ശൗചാലയങ്ങൾ പോലും കുറവുള്ള സൈനിക വിമാനങ്ങളിലാണ് കുടിയേറ്റക്കാരെ നാടുകടത്താൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അമേരിക്കയിലെ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ കൂടുതലും ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. ഇപ്പോൾ എത്തുന്നവരിൽ കൂടുതലും പഞ്ചാബിലും അയൽ സംസ്ഥാനങ്ങളിലും നിന്നുള്ളവരാണ്. വിവിധ കേസുകളിൽപ്പെട്ട് ഇന്ത്യയിൽ നിന്നും നാടുവിട്ടവരും ഇതിലുണ്ട്. ഇതിൽ കൗണ്ടർ ഇന്റലിജൻസ് യൂണിറ്റ്, ആന്റി നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ്, ഗാങ്സ്റ്റർ ടാസ്ക് ഫോഴ്സ് എന്നിവയുടെ പ്രതിപട്ടികയിലുള്ളവരുമുണ്ട്. അവർ ഇറങ്ങിയാലുടൻ അറസ്റ്റ് ചെയ്യപ്പെടുവാനാണ് സാധ്യത. അമേരിക്ക അതിർത്തി സുരക്ഷ ശക്തമാക്കി വരികയാണെന്നും കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണെന്നും ന്യൂഡൽഹിയിലെ US എംബസി അറിയിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ നാടുകടത്തപ്പെട്ട സംഭവങ്ങൾ ഇതിനു മുൻപും നടന്നിരുന്നു. 2019 ഒക്ടോബറിൽ 300-ഓളം പേരെ മെക്സിക്കോ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരുന്നു. ആ സമയത്ത് അമേരിക്ക മെക്സിക്കോ വ്യാപാര നടപടികളിലെ നികുതിയുമായി ബന്ധപ്പെട്ട ഉലച്ചിലൊക്കെ ഉണ്ടായ സമയമായിരുന്നു. അതുപോലെ 2023 ഒക്ടോബറിൽ ഫ്രാൻസിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് 276 ഇന്ത്യക്കാരെ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരുന്നു. 2024 ഒക്ടോബറിലും അമേരിക്കയിൽ നിന്നും ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കുടിയേറ്റക്കാരെ തിരിച്ചയച്ചിരുന്നു. അങ്ങനെ ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധത്തിൽ ഈ സംഭവ വികാസങ്ങൾ എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നത് വരും നാളുകളിൽ കണ്ടറിയാം. ട്രംപിന്റെ പുതിയ നിലപാടുകൾ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിർബന്ധിതമാക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിലും ഇനി പുതിയ സംഭവ വികാസങ്ങൾ ഉടലെടുക്കും. ഇപ്പോൾ തന്നെ ഡോളറുമായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവ് സംഭവിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ഉറപ്പായി, എങ്ങനെയെങ്കിലും അമേരിക്കൻ മണ്ണിൽ കാലുകുത്തുവാൻ കാത്തിരിക്കുന്നവരുടെ, പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ അവസ്ഥ ഇനി കൂടുതൽ കടുപ്പമാകുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക്, കമൻറ്റ് എന്നിവയൊക്കെ നൽകുക.